guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ വരുന്ന 18-ാം തീയതി എൻ്റെ വെല്ലിച്ചിൻ്റെ മോളെ കല്യാണമാണ്. അപ്പം നമുക്ക് ഇത് ഡ്രസ്സ് എടുക്കാൻ പോകുന്നൊരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ഡ്രസ്സാണ് എടുക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു. നമ്മളിപ്പോൾ ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. ഈ കടയ്ക്ക് നിന്നിട്ട് നമ്മൾ നോക്കാം. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കലും സ്വാഗതം. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് കാണാം. നമുക്ക് വീട്ടിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ബസ്സിൽ നിന്നൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അതിനായിട്ടൊരു ചെറിയ നാണമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല, എന്നെ എടുത്തു, വളരെയായിട്ട് എടുത്തു. എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നത് സുഡിയോയിലാണ് കേട്ടോ. അപ്പോൾ സുഡിയോയിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഏതെടുത്താലും നിങ്ങൾ ഒരു സെക്ഷനകത്ത് മാത്രം ഏതെടുത്താലും 499 ആയിരുന്നു. നമ്മൾ നല്ല നല്ല ഡ്രസ്സ് നോക്കിയെടുക്കണം, കാരണം അവിടെ മൊത്തം ഒന്നിൻ്റെ മേലിൽ ഒരു ഡ്രസ്സ് അങ്ങനെയായിരുന്നു. പിന്നെ ഇത് നല്ല ഷൂ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ ഷൂ ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ 2-3 ജോലി ഡ്രസ്സ് എടുത്തിട്ട് ട്രയൽ ചെയ്യാൻ പോയി. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കല്യാണത്തിന് ഇങ്ങനത്തെ ഡ്രസ്സാണ് എടുക്കുന്നതെന്ന്. പക്ഷേ ഞാൻ കല്യാണത്തിന് അങ്ങനത്തെ തിളക്കുള്ള ഡ്രസ്സൊന്നും നോക്കുന്നില്ല. കാരണം ഇത് കല്യാണത്തിന് ഡ്രസ്സ് അതിനുവേണ്ടി മാത്രം വാങ്ങിച്ചപ്പോൾ നമുക്ക് അടുത്തൊന്നും ഇപ്പോൾ കല്യാണം വരത്തില്ല. അപ്പോൾ അത് പിന്നെ നമുക്ക് ആ ഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ക്യാഷ് വെയർ ടൈപ്പ് ഡ്രസ്സ്, ഒരു പാർട്ടി ടൈപ്പ് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കത് പിന്നെ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാണ്ട് മാറ്റി. പിന്നെ ഇതും എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല, അതുകൊണ്ട് ഇതും ഞാൻ എടുത്തില്ല. പിന്നെ ഇതെനിക്ക് ഇഷ്ടമായി, എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല, എനിക്ക് അഫോർഡബിളായിരുന്നു. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് എടുത്തു. ഇത് നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു. പിന്നെ എൻ്റെ സിസ്റ്റർ 2-3 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഡ്രസ്സാണ് എടുത്തേത്തെയാണ്. അങ്ങനെ അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് അവിടുന്ന് ഇറങ്ങി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ വിട്ട് എങ്ങോട്ട് ഗൂഗിളും ഗലരിയും മാളിലേക്ക്. കാരണം എനിക്ക് കല്യാണ തലേന്നുള്ള ഡ്രസ്സ് കിട്ടിയിട്ടുള്ളൂ, പക്ഷേ കല്യാണം ദിവസത്തേക്കുള്ള ഡ്രസ്സ് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ നമ്മൾ വീണ്ടും അങ്ങോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ഗൂഗിളും മാളിൽ എത്തി. അങ്ങനെ നമ്മൾ ഉള്ളോട്ട് കയറുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ എത്ര തിരക്കുണ്ട് ഇവിടെ നിന്ന്. കാണിക്കുന്ന ഓണത്തിൻ്റെ ഒക്കെ ആയി തോന്നുന്നു, ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിനെ കാത്തുന്നത് ലിഫ്റ്റിൽ കയറി. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് 4th ഫ്ലോറിലാണ് കേട്ടോ. നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കാനാണ് പോകുന്നത്. നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. നമ്മൾ ഫുഡ് വെച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തി എന്ത് കഴിക്കണം തീരുമാനിക്കുക. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഡൊമിനോസ് ഇപ്പം പറഞ്ഞൊരു ട്രെൻഡിങ് സംഭവമില്ല, ചീസ് ചിക്കൻ, അത് മതി പറഞ്ഞപ്പോൾ നമ്മളത് വാങ്ങാൻ വേണ്ടി പോവാണ്. എനിക്കും വേണം പറഞ്ഞപ്പം എൻ്റെ അനിയത്തിക്കും അത് മതി എന്ന് പറഞ്ഞു. സോ നമ്മൾ വാങ്ങിച്ചത് ഗാർലിക്കിൻ്റെ ചീസ് ചിക്കനാണ് വാങ്ങിച്ചത്. അങ്ങനെ നമ്മളത് ഓർഡർ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കും എൻ്റെ അമ്മേൻ്റെ അമ്മയ്ക്കും കൂടെ കഴിക്കാനായിട്ട് ചിക്കനിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അവരൊരു ബക്കറ്റ് ഒരു കോംബോ ഓഫറാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ സീറ്റിലൊക്കെ ഒന്ന് സീറ്റ് പിടിച്ചു. നമ്മൾ ഡോമിനോസിൻ്റെ ഭക്ഷണം എത്തി, ചിക്കൻ എത്തി. പിന്നെ അവർ അമ്മയും കൈ കഴുകാൻ പോയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് ഇവർ വാങ്ങിച്ച സംഭവം, പിന്നെ ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച സംഭവം. ഞങ്ങളത് നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇത് കാണാൻ ഇങ്ങനത്തെ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഗൈസ്, പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും ഫുഡ് കഴിച്ച് വയറൊക്കെ നിറച്ചതിന് ശേഷം നമ്മൾ കൈയൊക്കെ കഴുകി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ആദ്യം തന്നെ പോയത് മാക്സിലേക്കായിരുന്നു കേട്ടോ. പക്ഷെ മാക്സിൽ ഞങ്ങൾ കയറിയപ്പോൾ അവിടെ അത്ര തിരക്കൊന്നുമില്ല കേട്ടോ, എന്നുവെച്ചാൽ അത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ ഭയങ്കര പ്രൈസ് ആയിരുന്നു. നമുക്ക് ഈ മാക്സിൽ വലിയ ഓഫറൊന്നും ഒരു വെച്ചിട്ടില്ല. എല്ലാത്തിനും ഏകദേശം നല്ല പ്രൈസൊക്കെ ഉണ്ടായിരുന്നു. 2000-ൻ്റെ ഒക്കെ മുകളിലേക്കുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കിട്ടാത്തത് നമ്മൾ ഇവരുടെ താഴത്തെ സെക്ഷനിലോട്ട് പോയിട്ടോ. അപ്പോൾ താഴത്തെ സെക്ഷനിലും വലിയ ഇതൊന്നും ഇല്ലെന്ന്, ഓഫറൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി എല്ലാത്തിനും വേറെ പ്രൈസ് ഒന്ന് കണ്ടപ്പോൾ നമ്മൾ ഇവിടുന്നും മാക്സിന്നും ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത് പോയ ഷോപ്പാണ് R&B പറഞ്ഞൊരു കട. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെയും കുറച്ച് റേറ്റ് കൂടുതൽ. ഇവിടെ ഫ്ലാറ്റ് 50% ഓഫൊക്കെ ആണെന്ന് പറഞ്ഞാലും കുറച്ച് റേറ്റ് കൂടുതൽ. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഡ്രസ്സൊന്നും അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഡ്രസ്സൊന്നും ഇവിടെ ഇല്ലായിരുന്നു. കല്യാണത്തിന് ഇടാൻ പറ്റിയ ടൈപ്പ് ഡ്രസ്സൊന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാനൊന്നും നോക്കിയില്ല. പിന്നെ അമ്മയ്ക്കൊരു ചുരിദാർ കണ്ട് അതെടുത്തു. അവരവിടെ അങ്ങനെ ഡ്രസ്സ് നോക്കുമ്പോൾ ഞങ്ങളിത് ഈ കടയൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കടയിൽ ഈ കാണിച്ച കുപ്പിയില്ലേ, ഇത് ഞങ്ങൾ എനിക്കും എൻ്റെ അനിയത്തിക്കും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
നല്ലൊരു കുപ്പിയാണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്റ്റിക്കറും ഇതിൻ്റെ ഉള്ളിൽ ഫ്രീ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഇതിന് ഇവിടുത്തെ ഓർണമെൻറ്റ്സ് ഈ സംഭവം ഇത് ഞങ്ങളെടുത്ത് ഉണ്ട് കേട്ടോ, പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചില്ല. പിന്നെ ഇതൊക്കെ ഇവിടെ ഒത്തിരി സ്പ്രേസ്, പിന്നെ മറ്റേ ഹാൻഡ് ഫാൻ, നമ്മുടെ കയ്യിലുണ്ടാവുന്ന ഫാന്, നമ്മൾ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റിയ ഫാൻ, അതുണ്ട്. അതിനൊക്കെ ഒരു 300 സംതിങ് ഉണ്ട് കേട്ടോ റേറ്റ്. പിന്നെ ഓരോ ക്രീംസ് ഉണ്ട് ഇവിടെ, മുഖത്തിടുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഫാന്. ഇത് നല്ല ഫാൻ, ഞാൻ വേണം പറഞ്ഞു, പക്ഷേ എനിക്ക് അമ്മ വാങ്ങിച്ചു തന്നില്ല ഗൈസ്. പിന്നെ ഞാനിത് കണ്ടത് ഇത് കീ ചെയിൻസ് ആണ് കേട്ടോ ഗൈസ്. ഈ കീ ചെയിൻസിനൊക്കെ 129 റുപ്പീസ് അത്രയൊക്കെ ഉണ്ട്. പിന്നെ ഇത് മറ്റേ പോപ്പിറ്റ്സ് കീ ചെയിൻ ഒക്കെയാണ്. നല്ല രസമുണ്ട് കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ കീ ചെയിൻസ് ആണ് കേട്ടോ ഗൈസ്. ഇവിടെ പല ടൈപ്പിലുള്ള കീ ചെയിൻസും ഉണ്ട്. ഏകദേശം എല്ലാത്തിനും അത്യാവശ്യം ഞാൻ പറഞ്ഞ റേറ്റ് തന്നെ ഉണ്ട്. പിന്നെ ഇത് കുറച്ച് ഓർണമെൻറ്റ്സ് ആണ്. നമ്മളൊക്കെ മാല, ഈ മാലയ്ക്കൊക്കെ ഭയങ്കര പ്രൈസാണ് കേട്ടോ ഗൈസ്. നമുക്ക് 400 ഈ മാല വാങ്ങാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല, അപ്പോൾ നമ്മൾ വാങ്ങിച്ചില്ല ഈ മാലയൊന്നും. ഇയറിങ്സിനൊക്കെ വരുന്നത് 269 റുപ്പീസൊക്കെയാണ്. എന്തായാലും നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ അമ്മയ്ക്ക് ചുരിദാർ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോയത് നെസ്റ്റോളിക്കാണ്. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, അപ്പോൾ ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ് നടത്താമെന്ന് ചോദിച്ചു. ഇനി ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സോങ് ഇട്ടിട്ട് തന്നെ ഞാനിങ്ങനെ കാണിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുള്ള വീഡിയോ. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ വീഡിയോയ്ക്ക് ഔട്ട്രോ എടുക്കാൻ മറന്നുപോയി ഫ്രണ്ട്സ്. അതായത് ഞാൻ വീട്ടിലെത്തിയപ്പോൾ രാത്രി ഫുള്ള് ക്ഷീണിച്ചിട്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യുക, പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിന് എൻ്റെ വീഡിയോ ഷെയറും ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.